അഷ്ടമലയാളത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ഈ വീഡിയോ കാണുന്ന പുതിയ എല്ലാ വ്യക്തികൾക്കും എന്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ഞാൻ മധുസൂദന പണിക്കർ, അകത്തേത്ര കളരിക്കൽ, പാലക്കാട്. കുറച്ച് ജോലി തിരക്ക് കൊണ്ടും യാത്രകളെ കൊണ്ടും നമുക്ക് കൃത്യസമയത്ത് വീഡിയോ ഇടാൻ നമുക്ക് സാധിക്കുന്നില്ല. തീർച്ചയായിട്ടും വരുന്ന സമയങ്ങളിൽ നമ്മളത് പൂർവാധികം നന്നായിട്ട് തന്നെ വീഡിയോ കാര്യങ്ങൾ ചെയ്യാനായി കൊണ്ട് ക്ഷമിക്കാം എന്ന് നമുക്കതിനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. എല്ലാവരുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. ഒരു പ്രധാന വിഷയം, നമുക്ക് 1,00,000 സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിൽ തികഞ്ഞു കഴിഞ്ഞു. അതിന്റെ ഒരു പാരിതോഷികം എന്നോണം യൂട്യൂബ് നമുക്കൊരു അവാർഡൊക്കെ, ഒരു സിൽവർ ബട്ടൺ ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുവരെ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സിനും, ഗുരുജനങ്ങൾക്കും, ബന്ധുമിത്രാദികൾക്കും, സുഹൃത്തുക്കൾക്കും എല്ലാം എൻ്റെ ഒരു വലിയൊരു നന്ദി ഞാൻ അറിയിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ അറിയിക്കുകയാണ്. വരും കാലഘട്ടങ്ങളിലും തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലെയുള്ള കൂട്ടുകൾ തീർച്ചയായിട്ടും വേണം. അതുപോലെ തന്നെ എല്ലാവരിലേക്കും എത്തിക്കാനുള്ള ഒരുപാട് കണ്ടന്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പുതിയ നല്ല വീഡിയോകൾ നമുക്ക് വരും കാലഘട്ടം നമുക്ക് സാധിക്കുമെന്ന്, അതിന് സമയമുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈ വർഷത്തെ ഫലങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. കൊല്ലവർഷം 1201 ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെ വരുന്ന ഒരു വർഷത്തേക്കുള്ള പുതുവർഷ ഫലമാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. അശ്വതി മുതൽ രേവതി വരെയുള്ള എല്ലാ നക്ഷത്രക്കാർക്കും പ്രത്യേകം വീഡിയോകൾ നമുക്ക് കാണാനെ കൊണ്ട് സാധിക്കും. അതുപോലെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ചെറിയ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഈ ചാനലിന്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് എല്ലാ വീഡിയോയും കയറി കാണാവുന്നതാണ്. അപ്പോൾ അധികം വൈകാതെ നമുക്ക് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. എല്ലാ ഭരണ നക്ഷത്രക്കാർക്കും ഒരു പുതുവത്സര ആശംസകളും അതുപോലെ തന്നെ ഓണാശംസകളും നേർന്നുകൊണ്ട് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. വളരെയധികം ദൈവാനുഗ്രഹം ഉള്ള ഒരു വർഷമായിട്ടാണ് നമുക്ക് സൂചിപ്പിക്കുന്നത്. പല കാര്യങ്ങളും നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. എല്ലാത്തിനും ഒരു കൂട്ടായ്മ നമുക്ക് വരാൻ സാധ്യതയുണ്ട് കാണുന്നു. അതിലൂടെ നമ്മൾ ആനന്ദം ഉണ്ടാവും എന്നുള്ളതാണ്. എവിടെ പോകുമ്പോഴും നമുക്കൊരു ടീം ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും എന്ന് പ്രത്യേകിച്ച് കാണുന്നു. അർഹിക്കുന്നതായിട്ടുള്ള സ്ഥാനമാനങ്ങൾ നമ്മളെ തേടിയെത്തും. ഈ ബന്ധങ്ങളെ കൂട്ടിയുറപ്പിക്കാൻ പറ്റുന്ന ഒരു സമയമായിട്ട് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. പല വ്യക്തികളുമായിട്ടും പുതിയ റിലേഷൻഷിപ്പ് ഒക്കെ തുടങ്ങാൻ നമുക്ക് സാധിക്കും. അത് നമുക്ക് പാർട്ട്ണർഷിപ്പ് ആയിക്കോട്ടെ, ജോലിയിലായിക്കോട്ടെ, മറ്റ് നമ്മുടെ അടുത്ത ബന്ധങ്ങളിലായിക്കോട്ടെ, നേരത്തെ അവസാനിച്ചതൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ പ്രത്യേകിച്ച് കാണുന്നുണ്ട്. ആത്മീയമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ മാറുന്ന ഒരു സാഹചര്യം മനസ്സിന് സന്തോഷമുണ്ടാക്കും എന്ന് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ, യാത്രകള്, ക്ഷേത്ര ദർശനങ്ങള്, മെഡിറ്റേഷൻ മുതലായിട്ട് കാര്യങ്ങളൊക്കെ കൂടുതൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഒരു സാഹചര്യം ഈ വർഷം ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. അതുപോലെ ഈ മനസ്സിലുള്ള ഒരുപാട് സങ്കല്പങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ പറ്റുന്ന ഒരു വർഷം കൂടിയിട്ടാണ് ഈ വർഷം എന്ന് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. അത് കുടുംബത്തിൽ പൊതുവെ ഒരു സംതൃപ്തി നമുക്ക് പ്രതീക്ഷിക്കാം. പൂർണ്ണ സ്നേഹവും പിന്തുണയൊക്കെ നമുക്ക് കുടുംബത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാവും. എല്ലാ പ്രവൃത്തികൾക്കും അതിൻ്റെതായിട്ടുള്ള അംഗീകാരങ്ങളും നമുക്ക് വന്നു ചേരാൻ സാധ്യത പ്രത്യേകിച്ച് കാണുന്നു. അതുപോലെ ഇതുവരെ നമുക്ക് ലഭിക്കാത്ത എല്ലാവരുടെയും ഒരു സ്നേഹം, സന്തോഷം, അതുപോലെ തന്നെ ഈ പങ്കാളിത്തങ്ങൾ, ഈ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന പല കാര്യങ്ങൾ, ആകർഷണമായിട്ടുള്ള പല കാര്യങ്ങളായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മളിലേക്കൊരു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയമാണ്. ഭരണക്കാര് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും മറ്റുള്ളവരുടെ ശ്രദ്ധ അതിലേക്ക് വരും എന്നുള്ളതാണ് സൂചി. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു സെന്റർ പോയിന്റ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ വളരെയധികം പൂർണ്ണമായിട്ട് നിൽക്കാൻ ശ്രമിക്കുക. പല കാര്യങ്ങളും നന്നായിട്ട് പ്ലാൻ ചെയ്യുക. നമ്മുടെ സംസാരമായിക്കോട്ടെ, നമ്മുടെ നോക്കായിക്കോട്ടെ, വാക്കായിക്കോട്ടെ, പ്രവൃത്തികളായിക്കോട്ടെ, അത് മറ്റുള്ളവർ വീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധത്തോടു കൂടി തന്നെ നമ്മൾ മുന്നോട്ട് പോകണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ കയ്യിലൊരു അമാനുഷികമായിട്ടൊരു ശക്തി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏത് കാര്യങ്ങളും പ്ലാൻ ചെയ്താൽ അത് വളരെയധികം മറ്റുള്ളവർ ചെയ്യുന്നതിനെക്കാട്ടും വളരെ ഭംഗിയായി, വളരെ തന്മയത്വത്തോടു കൂടി ഒരു മാജിക്കലി നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് സൂചിപ്പിക്കുന്നു. അതിൻ്റെതായിട്ടുള്ള ആശ്ചര്യങ്ങൾ മറ്റുള്ളവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ ചില അസൂയക്കാരും ഉണ്ടാവും എന്ന് കണക്കാക്കാം. പക്ഷേ എല്ലാത്തിനെയും നമ്മൾ ലീഡ് ചെയ്യാനും ആ ചെറിയ കാര്യങ്ങളെയൊക്കെ നമ്മൾ കണക്കാക്കാതെ എല്ലാത്തിനെയും ഏകീകരിച്ചുകൊണ്ട് പോകുന്ന ഈ വർഷം വളരെ വിജയപ്രദമായിട്ടുള്ള ഒരു വർഷമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മോഡിൽ നമ്മൾ നിൽക്കുക, ആക്റ്റീവായിട്ട് നിൽക്കുക, നന്നായിട്ട് പ്ലാൻ ചെയ്യുക. വളരെ മാജിക്കലി നമ്മൾ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു അവസരമായിരിക്കും. അതിന് പരിപൂർണ ദൈവാനുഗ്രഹം നമ്മൾ ഈ വർഷത്തെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ വർഷം കിട്ടുന്നതായിട്ടുള്ള ഫലങ്ങൾ. കുറച്ച് ശനിദോഷ പരിഹാരങ്ങളൊക്കെ നമ്മൾ ചെയ്യുക, കുറച്ച് ചാരിറ്റി ചെയ്യുക, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക, യോഗ മുതലായിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കുക, ശുദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ച് മുന്നോട്ട് പോവുക, ഗുരുജനങ്ങളെയൊക്കെ പരിപാലിക്കുക, പിതൃക്കളെ സ്മരിക്കുക, പരദേവതയെ നല്ലവണ്ണം ആരാധിക്കുക,
ദൂരദേശ യാത്രകൾ, ക്ഷേത്ര ദർശനങ്ങൾ, ചാരിറ്റികൾ, ഇതൊക്കെ യഥാശക്തി നമ്മൾ ചെയ്തു പോവും വേണം. എങ്കിലാണ് നമുക്ക് ആ കർമ്മദോഷങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ വർഷം ലഭിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ.